ഇന്നും രാവിലെ കുറച്ച് സമാധാനത്തിന്റെ പാതയിലാണ്. സംഭവം മറ്റൊന്നല്ല, നമ്മുടെ സ്വിറ്റ്സ് പഫ് പൊറാട്ട ഉണ്ട്, 15 പീസ് വരുന്നതാണ്. അതിലോട്ട് വെള്ളക്കടല മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. ശരിക്കും ഈ ഒരു പൊറാട്ട കഴിക്കുകയാണെങ്കിൽ ഒന്ന് കഴിച്ചാൽ മതി, രണ്ടെണ്ണം കഴിച്ചതിന്റെ ഒരു ഫീലാണ്. അത്രയും കട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളത് വേവിച്ച് കഴിഞ്ഞിട്ട് രണ്ട് പൊളിയാക്കി കഴിഞ്ഞാൽ ശരിക്കും രണ്ട് പൊറാട്ടന്റെ ഒരു ഫീലാണ്. കഴിച്ചാലും പെട്ടെന്ന് തന്നെ വയറ് നിറയട്ടോ, നല്ല പോലെ പൊള്ളയായിട്ട് വരും. പേരിന് മാത്രം പഫ് പൊറാട്ട എന്ന് പറയുന്നതല്ല, ശരിക്കും പഫായിട്ട് വരും കേട്ടോ. കണ്ടോ, നമുക്ക് ആ ഒരു ചുട്ടെടുക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ചുടാൻ ഒഴിവില്ലാതെ ഇവിടെ ഒരാൾ കഴിക്കാൻ തുടത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്പോട്ടിൽ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഫ്രീസറിലോട്ട് വെക്കണം, അല്ലെങ്കിൽ പിന്നെ അതോട്ട് നമുക്ക് ഒരു ഗുണമല്ല കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ അത് മൈദന്റെ പോലെ അങ്ങനെ അലിഞ്ഞു പോകും. പിന്നെ വീട് പണിന്റെ തേപ്പും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസ് ഒക്കെ ആ ഒരു ടൈമിൽ തന്നെ കുഞ്ഞാക്കാക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടോ, ഇവിടെ എത്തിയിട്ടുണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്, തേപ്പും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഈ ഒരു വീഡിയോസ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒന്നും രണ്ടോ പറഞ്ഞിരുന്നു നോക്കുമ്പോൾ കൂട്ടാൻ വെക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോൾ എന്നാൽ ബീഫ് വാങ്ങിക്കാൻ പോകാന്ന് വിചാരിച്ചു. വഴിയിൽ നിന്ന് ഇങ്ങനെ പിന്നെ ആലോചിച്ചു, ബീഫ് വേണ്ട, നമുക്ക് ചിക്കൻ തന്നെ ആക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ എന്താണെന്നറിയില്ല, ഭയങ്കര മറവിയാണ്. വണ്ടി എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഷാൾ ഇങ്ങനെ പാറും, എന്തോ ഒരു കുറവുണ്ടല്ലോ എന്ന് അപ്പോഴാണ് ഓർമ്മ വരിക. അപ്പോഴാണ് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വരാറുള്ളത്. പിന്നെ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാലുള്ളൂ അതിന്റെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലാവും. നമുക്ക് അടിപൊളി സേഫ് ആയിട്ട് പോകാം, ഷാളും ഒന്നും പാറൂല. അപ്പൊ പോകുമ്പോൾ തന്നെ വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഫാദിക്കുട്ടിയാണ്. ലാസ്റ്റ് നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെ അത് അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോയി. ഒരു ഉള്ളി മാത്രം വാങ്ങണം എന്ന് വിചാരിച്ച് പോയ ഞാൻ പിന്നെ എന്തൊക്കെയൊക്കെയോ വാങ്ങി. ചിക്കൻ വെക്കാനല്ലേ ഇഞ്ചി വേണോ, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണോ, വെളുത്തുള്ളിയും വേണം. അങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കുന്നതൊക്കെ ഞാൻ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു കവർ നിറച്ചിട്ടുണ്ട്. അങ്ങനെ പച്ചക്കറിയും ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടോ. ഇതൊന്നും ഇപ്പോൾ കുഞ്ഞാക്ക് അറിഞ്ഞിട്ടില്ല. എങ്ങനെ ഇരുന്നിരുന്ന ഞാൻ ഒരു സാധനം വാങ്ങിക്കാൻ ഞാൻ പുറത്തു പോകില്ലായിരുന്നു കേട്ടോ. അതായത് എൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പോകുന്നല്ലാതെ വീട്ടു സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ ഞാൻ പോകാറുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഞാനിപ്പോൾ എങ്ങനെ ആയി തീർന്നു. മണ്ണാർക്കാട്ടേക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂട്ടി എടുത്തോ, സൂപ്പർ മാർക്കറ്റിക്കോ ഹൈപ്പർ മാർക്കറ്റിക്കോ എവിടെ പോയിട്ടാണെങ്കിലും എന്ത് സാധനങ്ങളും ഇങ്ങനെ പോയിട്ട് വാങ്ങിച്ചോ. അതിനൊക്കെ തന്നെയാണ് നമ്മൾ ടൗണിലോട്ട് മാറിയിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഞാനും തീരെ പ്രതീക്ഷിച്ചു. ചിക്കൻ പെട്ടെന്ന് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മക്കൾസ് ഉള്ളിയൊക്കെ തൊലിച്ചിരുന്നുണ്ട്. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിരുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു സിനിമയും കൂടെ കാണുന്നുണ്ട്. അപ്പൊ സിനിമയ്ക്ക് നോക്കിയിട്ട് കൈ മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും നെയ്ച്ചോറൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. നെയ്ച്ചോറിൽ വലിയ കുറെ സംഭവങ്ങൾ വെതറിയിട്ടും വാരിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ശരിക്ക് ഇവർക്ക് ഈ ക്യാരറ്റും അതിന്റെ സംഭവങ്ങളൊന്നും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ അങ്ങനെ ചോറൊക്കെ സെറ്റ് ചെയ്ത് അടുക്കളൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ കടയിലെത്തി. ഞാനും ഫാദിക്കുട്ടി സച്ച് പോന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ ഡേ ഇത്രയൊക്കെയുള്ള ഇഷ്ടങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം.